ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ മഴക്കുഞ്ഞമ്മ എങ്ങനെയുണ്ട്? എന്ത് പറയുന്നു മഴക്കുഞ്ഞമ്മ? ഇവിടെ മഴ പെയ്യുന്നുണ്ട്, പെരുമഴ. ഇങ്ങനെ സ്വിച്ചിട്ട പോലെ മഴ വരും, സ്വിച്ചിട്ട പോലെ നിൽക്കും. അപ്പം തന്നെ കുറച്ച് വെയിൽ വരും, വെയിൽ വരുമ്പോൾ ചെറിയ ചൂട്, പിന്നെ മഴ. അങ്ങനെയാണ്. പക്ഷേ എന്തായാലും എനിക്ക് കുറച്ച് സന്തോഷമായി. കാരണം എൻ്റെ ചെടികൾക്ക് കുറച്ച് ആശ്വാസമാവുമല്ലോ. കുറച്ച് മഴക്കുഞ്ഞമ്മയും പിന്നെ കുറച്ച് വെയിൽ കൂട്ടപ്പനും എല്ലാം കൂടി ആവുമ്പോൾ ചെടികൾക്ക് ഒരു ശക്തി പ്രാപിക്കുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചെടിമക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? എല്ലാം കൂടി നിങ്ങൾ ഒറ്റടിക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങളുടെ ചെടികൾ നന്നായി വരുന്നതെന്ന് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ എപ്പോഴും കൊടുക്കണം. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നെ അടിക്കാൻ വരരുത്. നല്ല വിലയാണ്, വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വില കൊടുത്ത് തന്നെയല്ലേ കൊണ്ടുവരുന്നത്. അവർ നമ്മുടെ കൂടെ വേണ്ടേ? മഴ മാറുന്ന ടൈം ഉണ്ടല്ലോ, കുറച്ച് ആശ്വാസമാകുന്ന ടൈമിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് ചെടികളുടെ അടുത്തൊന്ന് നടക്കുക. ചെടികളുടെ എന്താ പ്രശ്നങ്ങളൊന്ന് നോക്കുക. ചീത്തയായ ലീഫും സ്റ്റമ്മുകളും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അധികം ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ നിൽക്കണ്ട. കാരണം സാഫോ മഞ്ഞൾപ്പൊടിയോ നീമോയിലോ നമ്മൾ പറഞ്ഞ കുറേ കീടനാശിനികളുണ്ടല്ലോ, ജൈവം, അത് സ്പ്രേ ചെയ്യാൻ നിൽക്കണ്ട. സ്പ്രേ ചെയ്താൽ ഈ മഴ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റത്തില്ല മഴക്കുഞ്ഞമ്മൽ. അപ്പോൾ അതെല്ലാം ഒലിപ്പിച്ച് കളയും. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാമെന്നോ, നമുക്ക് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം. അതായത് സാഫ് കലക്കിയിട്ട്, സാഫ് കുറച്ച് ഒത്തിരി ലൂസായിട്ടല്ല, എന്നാൽ കുറച്ച് കൂടുതൽ കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ, നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. മഴയില്ലാത്ത ടൈമിൽ കുറച്ച് സമയമെങ്കിലും മഴയില്ലാതെ നിൽക്കണം കേട്ടോ. അല്ലാതെ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ എല്ലാം ഒലിച്ചു പോകും. ഒലിച്ചു പോകാതിരിക്കാനായിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു കുഞ്ഞളവ് പറഞ്ഞു തന്നില്ലേ, അത്ര ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ചാണകം കിട്ടുമെങ്കിൽ ചാണകം കലക്കിയിട്ട് അതൊഴിച്ച് കൊടുക്കാം. എല്ലാം കുറച്ച് ലൈറ്റായിട്ട് മാത്രം. അതായത് കാൽ ഗ്ലാസ്സിൽ മേലെയും അര ഗ്ലാസ്സിൽ താഴെയും പോട്ടിൻ്റെ സൈസ് അനുസരിച്ച്, പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. പിന്നെ നമുക്ക് അരി കഴുകിയ വെള്ളമില്ലേ, അരി കഴുകിയ വെള്ളം, ആ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ശീമക്കൊന്ന ലീഫില്ലേ, ശീമക്കൊന്നില, അത് കുറച്ച് കഞ്ഞിവെള്ളത്തിലോ ഇങ്ങനെ അരി കഴുകിയ വെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് ഒരു 2, 3, 4 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ഒരു എന്താ പറഞ്ഞ ചാരമില്ലേ, നമ്മുടെ പൗഡർ രൂപത്തിലുള്ള ചാരവും കുറച്ചിട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് ഒന്ന് അരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിക്കുക. കാരണം അരിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ മഴ സമയമല്ലേ, അപ്പോൾ വേണ്ട. അവിടെ കിടന്ന് ചീഞ്ഞിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയാലാ. ചീമക്കൊന്നിലും നല്ലതാണ്, അങ്ങനെ ചീഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും വേണ്ട, പരീക്ഷിക്കാനായിട്ട് നമ്മുടെ ചെടിമക്കളെ വിട്ടു കൊടുക്കണ്ട. ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ അളവിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ എന്ത് ലിക്വിഡ് വളം ഒഴിച്ച് കൊടുത്താലും അത് പറഞ്ഞിരിക്കുന്ന അളവിൽ മാത്രം കൊടുത്താൽ മതി. ഒത്തിരി കൊടുത്ത് നമ്മുടെ ചെടികളെ കൊന്നു കളയേണ്ട ആരും കേട്ടോ. ഈ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ. ഈ ഇടയ്ക്ക് വെയിൽ വരുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ ഞാൻ വീണ്ടും പറയുന്നത്. ചെടികൾക്ക് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറോ പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസറോ കൊടുത്താൽ നമ്മുടെ ചെടികൾ നല്ല പൂർവാധികം ശക്തി പ്രാപിച്ച് വരും കേട്ടോ. എത്ര മഴ കൊണ്ടാലും എത്ര അസുഖങ്ങൾ വന്നാലും തളരില്ല. അതായത് എന്നെപ്പോലെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാണ് ഞാൻ. ഞാൻ വലിയ കേമിയൊന്നുമല്ല, എന്നാലും ഇത്രയൊക്കെ അസുഖമുള്ള ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഞാൻ ഒരു കേമിയുമല്ല. തമ്പുരാൻ്റെ കൃപ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാവരും നടക്കും അല്ലേ. തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് ചിരിച്ചും സന്തോഷിപ്പിച്ചും മുന്നോട്ട് പോയാലില്ലേ, സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് സ്വയം സന്തോഷിക്കാനുള്ള വക നമ്മൾ തന്നെ കണ്ടെത്തണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ തന്നെ കണ്ടെത്തണം. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്നും കൂടി ഇട്ടിട്ട് നമ്മൾ സന്തോഷിക്കണം. നമ്മളെ ഇടയ്ക്ക് നമ്മൾ സന്തോഷിപ്പിക്കണം, നമ്മൾ കൊഞ്ചിക്കണം. കാരണം നമുക്ക് നമ്മളെ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ.
അപ്പോൾ നമ്മുടെ ചെടികൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണ്ടേ. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ടൈമിൽ റിപ്പീറ്റായി നിങ്ങൾക്ക് തോന്നാം. കാരണം ഇത് നമ്മുടെ ഒരു സാധാരണക്കാരി, ഞാനൊരു സാധാരണക്കാരിയല്ലേ. സാധാരണക്കാരിക്ക് വലിയ ഫാഷൻ വാക്കുകളൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ വന്നാലോ തളിർപ്പുകൾ ഒത്തിരി വരും. അപ്പോൾ കീടങ്ങൾ വന്ന് ആക്രമിക്കാതിരിക്കാനായിട്ട് എത്ര എന്നാലും ആക്രമിക്കും, അവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ അത് കൂടുതൽ സ്പ്രെഡാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ ടിപ്പുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മഴയുള്ള ടൈമിലല്ല, മഴയില്ലാത്ത ടൈമിൽ നമ്മൾക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒത്തിരി ആളുകളുണ്ട് എന്നെപ്പോലെ. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുക, അല്ലാത്തവർ എന്നോട് വഴക്കടിക്കാൻ വരണ്ട കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നിങ്ങൾ തന്നെ വന്ന് പറയും. എൻ്റെ ഇത്ര അസുഖത്തിൽ നിന്നും ഞാൻ ഇത്ര സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഈ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റാണ്, എൻ്റെ ചെടി മക്കൾ. പിന്നെ അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഒരുവിധമൊക്കെ മനസ്സിലായില്ലേ? ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്പൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാം. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് ചെയ്തു കൊടുത്ത് പരീക്ഷിച്ച് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാം കേട്ടോ മക്കളെ. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ, എന്നാലേ എനിക്ക് കേമിയായിട്ട് ഇങ്ങനെ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഓക്കെ, മഴ വരുന്നുണ്ടേ. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.